നിങ്ങളെ പോലെ ഞങ്ങൾക്കുണ്ട് അയൽവാസികളെ എന്ന് ഒരു കുട്ടി ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറയാൻ. അച്ഛൻ കുടി നിർത്തിയപ്പോൾ ഉണ്ടായ സന്തോഷത്തിന്റെ ഒരു ഗ്രാവിറ്റി നോക്കി നിങ്ങൾ. നമ്മൾ പലപ്പോഴും ചില അനുഗ്രഹങ്ങളാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അത് നഷ്ടപ്പെട്ടവരെ പഠിക്കണം. അല്ലാത്ത കാലത്തോളം ഈ കുടി നിർത്തുക എന്നുള്ളത് അനുഗ്രഹമാണ് നമുക്കൊന്നും തോന്നിപ്പോകില്ല, അല്ലേ? ബെന്യാമീൻ എന്ന് പറയുന്ന ആടുജീവിതം എഴുതി മലയാളിയെ ത്രസിപ്പിച്ച എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു, എന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രത്യുപകാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയോ അല്ലെങ്കിൽ മറ്റുള്ള അവാർഡുകളോ ഒന്നും അല്ല, ഒരു മലയാളിയുടെ ജീവിതമാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ആ പ്രഭാഷണം ശ്രദ്ധിച്ചു. അപ്പൊ അതിനകത്ത് എഴുത്തുകാരനായ ബെന്യാമീൻ തന്നെ പറയാണ്, എന്തായിരുന്നു അത്? ഒരു മലയാളിയുടെ ജീവിതമാണ് എന്റെ ആടുജീവിതം എന്ന കഥയിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. അപ്പൊ എന്താണ്? ഒരു മലയാളി കുടുംബനാഥൻ, അദ്ദേഹം അങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയി, മൈൻഡ് ഔട്ടായി, അദ്ദേഹത്തിന് കുടുംബത്തോട് സത്യമില്ല, കടവും കള്ളിയും വന്ന് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾക്ക് മുകളിൽ പ്രാരാബ്ധം വന്ന് അവസാനം ജീവിതം മടുത്ത് ഭാര്യയോടും മക്കളോടും പറയാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാന്ന് തീരുമാനിച്ചു, അല്ലെ? ഇന്ന് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ 43 വയസ്സുകാരനായ ജിൽസൺ കഴിഞ്ഞ വർഷം വിഷുവിന് 37-കാരിയായ ഭാര്യ ലക്ഷ്യയെ കൊലപ്പെടുത്തി, കഴുത്ത് മുറുക്കിയിട്ട് കേബിൾ വയറുകൊണ്ട് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയ ഭർത്താവ് കണ്ണൂരിലെ ജയിലിലായിരുന്നു. അദ്ദേഹം അന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയത് മാത്രമല്ല, തന്റെ മക്കളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഇപ്പുറത്തേക്ക് ഭാര്യയെ വിളിച്ചു വരുത്തിയിട്ട് ഭാര്യയെ കൊലപ്പെടുത്തി. എന്തായിരുന്നു കാരണം? കടം വന്നതാണ്. ജീവിതത്തിലെ ഈ കടം തീർക്കാൻ കഴിയുന്നില്ല, പ്രാരാബ്ധം, സാമ്പത്തിക പരാധീനത വന്നതാണ്, മനസ്സിന് ശക്തിയില്ല. അവസാനം രോഗിയായ ഭാര്യയോട് തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നിട്ട് ഞാൻ ആത്മഹത്യയാണ്. കാരണം എന്റെ കാലശേഷം നീ കഷ്ടപ്പെടുന്നത് കൂടി എനിക്ക് കാണാൻ കഴിയില്ല. മക്കളോടുള്ള ആർദ്രമായ സ്നേഹം കൊണ്ട് നമ്മളെ മക്കൾ ആരെങ്കിലും ഏറ്റെടുക്കും, പക്ഷെ നീ അതുപോലെയല്ലല്ലോ എന്ന് പറഞ്ഞ് ഭാര്യയെ കേബിൾ വയർ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ആ ഭർത്താവ് നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ തന്നെയാണ് ഭാര്യയെ കൊന്നത് എന്നാണ് പോലീസുകാരോട് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പിന്നെ മരത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യാണ്? കയറ് കഴുത്തിൽ കുരുക്കി താഴേക്ക് വീണ് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് അവസാനം അതിന്റെ പേരിൽ ഒരു കൊലയാളി പരിവേഷം കിട്ടിയല്ലോ, ജയിലിലായി. ഇപ്പൊ ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് അദ്ദേഹം എന്തോ കയ്യിൽ കിട്ടിയ ചെറിയ ആയുധം കണ്ട് കഴുത്തിലെ ഞാടി ഞരമ്പ് മുറിച്ച് അതിൽ നിന്ന് വിരല് കൊണ്ട് രക്തത്തെ നീക്കിയിട്ട് മരിച്ചിരിക്കുക. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, മനുഷ്യന്റെ കാര്യം ഇത്രയുള്ളൂ, അല്ലേ? മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടാൽ